അരുൺ, അവിടെ കലോത്സവ വേദികൾ ഉണരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആഘോഷത്തിന്റെയും നിറങ്ങളുടെയും ഒക്കെ ഉത്സവമായി ഈ കലോത്സവം മാറാൻ പോവുകയാണ്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്തേക്ക് ഈ കലോത്സവം എത്തുന്നത്. എത്രത്തോളമായിട്ടുണ്ട് ഒരുക്കങ്ങൾ? അവസാനവട്ട മിനുക്കുപണികളിലായിരിക്കുമല്ലോ അവിടെ കാര്യങ്ങൾ. 24ന്റെ റിപ്പോർട്ടർ ടീം സജ്ജമായി കഴിഞ്ഞല്ലോ അല്ലേ? തീർച്ചയായും ഗോപികൃഷ്ണൻ, 24 പരിപൂർണമായും സജ്ജമായി കഴിഞ്ഞു. ആശ്രമത്തിന്റെ ഓരോ മണ്ണും കൊല്ലത്തിന്റെ ഓരോ മണൽത്തരിയും ഈ കലാമാമാങ്കത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ആശ്രമ മൈതാനമാണ്, ഇതാണ് പ്രധാന വേദി. ഈ വേദിയിൽ നാളെ പതാക ഉയർത്തലോടുകൂടി മോഹിനിയാട്ടമാണ് ആദ്യ മത്സരമായി എത്തുന്നത്. ഈ മത്സരങ്ങൾ തുടങ്ങുന്നതോടുകൂടി 11 മണിക്ക് മത്സരങ്ങൾ തുടങ്ങുന്നതോടുകൂടി കൊല്ലം അക്ഷരാർത്ഥത്തിൽ കലാമാമാങ്കത്തിലേക്ക് കടന്നു ചെല്ലും. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ കലാമത്സരത്തിന് എത്തുന്നവരെ കൂടാതെ അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അവർക്ക് പരിപൂർണമായി പിന്തുണ അറിയിച്ചുകൊണ്ട് NSSന്റെ കുട്ടികളാണ്. NSS ഇന്ന് രാവിലെ തന്നെ ഇതിന്റെ സജീവമായി തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എങ്ങനെയാണ് ഈ കലാമാമാങ്കത്തിന് പല ജില്ലകളിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരടക്കം എത്തുകയാണ്? എങ്ങനെയാണ്, എല്ലാവർക്കും സ്വാഗതമാണോ? ഈ കൊല്ലം എന്ന് പറയുമ്പോഴേ എന്താണ് അവരോട് പറയാനുള്ളത്? കൊല്ലത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? സ്വന്തം കൊല്ലമാണ്. ഇവിടെ വരുന്ന ഒരാളും നിരാശപ്പെടേണ്ടി വരത്തില്ല. എല്ലാ സേവനങ്ങൾക്കും നമ്മുടെ പവർ എന്തായാലും കാട്ടിക്കൊടുക്കും. ഈ കലോത്സവത്തിന് കപ്പടിക്കൂ? ആരടിക്കും? ഉറപ്പാണോ? അപ്പൊ നമ്മുടെ ഈ കൊല്ലത്തേക്ക് ഒരുപാട് മത്സരാർത്ഥികൾ, സ്വാഭാവികമായും നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുള്ളത്? നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയാണ്? ഞങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഏത് തരത്തിലുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കും. നോട്ട് മീ ബട്ടി എന്നാണ് ഞങ്ങളുടെ ഇതിന്റെ ലോഗോ. അപ്പൊ ഞങ്ങളെക്കാട്ടി ഞങ്ങൾ കൂടുതൽ പ്രയോറിറ്റി എടുക്കുന്നത്. പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിന്റെ കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ പൊളിക്കും. ഉറപ്പാണ്. എടുത്താലോ നമുക്ക്? ഗോപീഷ്, എങ്ങനെ കൊല്ലം ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സൈഡിലും വിദ്യാർത്ഥികളുടെ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. ഓരോ കമ്മിറ്റികളുടെ ഭാഗമായും വിദ്യാർത്ഥികൾ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. ഈ വാഹനങ്ങളിലാണ് ഓരോ മത്സരാർത്ഥികളെയും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രധാന വേദികളിലും അതുപോലെ തന്നെ മത്സരാർത്ഥികളുടെ വേദികളിലും അക്കോമഡേഷൻ സെന്ററിലും അടക്കം എത്തിക്കുന്നത്. മറ്റൊന്ന്, ഈ കൊല്ലം ഈ പവനിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല്ലത്തിൻ്റെതായ മുഖമുദ്രയായ ചിന്തക്കടയിലെ ക്ലോക്ക് ടവറും തങ്കശ്ശേരിയിലെ ലൈറ്റും അതുമെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ, അങ്ങനെ എല്ലാ ഗ്രീൻ പ്രോട്ടോകോൾ അടക്കം പാലിച്ചുകൊണ്ടാണ് കലോത്സവം നടക്കുന്നത്. രാവിലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി എത്തിയിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഏനാത്ത്, അതായത് കൊല്ലം ജില്ലാ അതിർത്തിയായ ഏനാത്തേക്ക് ഈ സ്വർണ്ണക്കപ്പ് എത്തും. ആ സ്വർണ്ണക്കപ്പ് എത്തിയാലുടൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായ KN ബാലഗോപാൽ ഈ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങും. അവിടെ നിന്ന് ആശ്രമ മൈതാനത്തേക്ക് സ്വർണ്ണക്കപ്പ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊല്ലം അക്ഷരാർത്ഥത്തിൽ ഈ പൂരലഹരിയിലേക്ക് മാറുകയാണ്. കൊല്ലത്തിന്റെ പൂരത്തോടെ കിടപിടിക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ വർണ്ണാഭമായി ഇതിനെ മാറ്റുക എന്ന ലക്ഷ്യമാണ് കൊല്ലം നിലവിൽ ഈ കലാമാമാങ്കത്തെ 15 വർഷത്തിന് ശേഷം എത്തുന്ന ഈ കലാമാമാങ്കത്തെ വരവേൽക്കാനായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. അരുൺ രാജ് ഇപ്പോൾ കൊല്ലം ആശ്രമം മൈതാനിയിൽ നിന്ന് കലോത്സവ വിശേഷങ്ങൾ പങ്കിടുകയാണ്. 15 വർഷങ്ങൾക്ക് ശേഷം കലോത്സവം കൊല്ലത്തെത്തുമ്പോൾ അത്യാഹ്ലാദത്തോടുകൂടി ജില്ല എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ഈ കലോത്സവത്തെ വർണ്ണാഭമായ ഒരു ഓർമ്മയായ അനുഭവമാക്കി മാറ്റി തീർക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടന്നു കഴിഞ്ഞു. 24ന്റെ റിപ്പോർട്ടിംഗ് ടീം പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു. നാളെ മുതൽ അരങ്ങുണരുന്ന നിമിഷം മുതൽ അവിടെ നിന്നുള്ള മുഴുവൻ വിശേഷങ്ങളും ഏറ്റവും തികഞ്ഞ സാങ്കേതിക സൗകര്യങ്ങളുടെ പിൻബലത്തോടുകൂടി പ്രേക്ഷകർക്ക് വിസ്മയമുണ്ടാക്കുന്ന തരത്തിലുള്ള വർണ്ണാഭമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടായിരിക്കും 24 നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ഞങ്ങളുടെ സംഘം പൂർണ്ണമായും അവിടെ എത്തിക്കഴിഞ്ഞു. നമുക്ക് ഇനി കലോത്സവ വിശേഷങ്ങൾ വരും ബുള്ളറ്റിനുകളിലും കാണാം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.